നൗഷാദ് കടന്ന് ചാകണമെന്ന് കേൾക്കട്ടോ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നൗഷാദ് കടന്ന് ചാകണമെന്ന് കേൾക്കുമ്പോഴേ ഇവൻ്റെ വിവരം ഒന്ന് മനസ്സിലാക്കാൻ തന്നു. ഇവൻ പറയുന്നത് എന്താണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ എല്ലാവർക്കും തന്നു ആയതുകൊണ്ട് മാത്രമാണ് ഇവൻ്റെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇങ്ങനെ കൊടുക്കുന്നത്. ഏതാണ്ടൊക്കെ ഇവനെ പറ്റിയിട്ട് മനസ്സിലാക്കണമല്ലോ ഇവരുടെ ഈ കള്ളത്തരങ്ങൾ. അപ്പം ഇൻഷാ അല്ലാഹ് ഒന്ന് പറയട്ടോ. മശായിഖിന്റെ ഞങ്ങളുടെ ഇമാമിങ്ങളുടെ കറാമത്തുകളും മശായിഖിന്റെ കറാമത്തുകളും ആരാചങ്ങ എൻ്റെ ഇമാമിങ്ങൾ, ഞങ്ങളുടെ ഇമാമിങ്ങളുടെ കറാമത്തുകളും മശായിഖിൻ്റെ കറാമത്തുകളും. അപ്പോൾ മശായിഖ് എന്ന് പറഞ്ഞാൽ കോമാട്ടുചാലിൽ അബ്ദുള്ള അതോ സുലൈമാൻ ബാവേ? ആരാണ് എൻ്റെ മശായിഖ്? അതൊന്ന് തീർത്ത് പറയാൻ. എൻ്റെ ഇപ്പത്തെ ഷെയ്ഖ് ആരാണ്? കോമാട്ടുചാലിൽ അബ്ദുവാണോ അതോ സുലൈമാൻ ബാവയാണോ? ഷംസുലുലമ ആട്ടിത്തച്ച സുലൈമാൻ ബാവയാണോ? ആരാണ് എൻ്റെ മശായിഖ്? മശായിഖിൻ്റെ കറാമത്തുകളെന്നാണല്ലോ പറഞ്ഞത്, മശായിഖന്മാരുടേതല്ല പറഞ്ഞത്. അപ്പോൾ മശായിഖിൻ്റെ കറാമത്ത് പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒന്നായിരിക്കുമല്ലോ. ആരാണത്? സുലൈമാൻ ബാവയാണോ അതോ എൻ്റെ കോമാട്ടുചാലിൽ അദ്വാണോ? ആരാണ് എൻ്റെ മശായിഖ്? പിന്നെ ആരാണ് എൻ്റെ ഇമാമീങ്ങളുടെ കറാമത്ത് പറഞ്ഞത്? എൻ്റെ ഇമാമീങ്ങളാരാ? അന്നത്തെ ഉലമായി രേഖപ്പെടുത്തിയത് കൊണ്ടാണ് എന്നത് പറയാൻ കഴിഞ്ഞത്. അടവൂര് ശൈഖ് എന്ന കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷൻ അവരുടെ കറാമാത്തുകൾ രേഖപ്പെടുത്തണം. ആ രേഖപ്പെടുത്തുന്നതിനെതിരെ സംസാരിച്ച നിങ്ങൾ എത്ര വലിയ അപകടകാരികളാണ്. ഇവന്റെ ഈ ഡയലോഗ് ഇങ്ങനെ കേട്ടാ തോന്നും കാന്തപുരം വിഭാഗം അതല്ലെങ്കിൽ സമസ്തക്കാരും ഒക്കെ മശായിഖന്മാരെ തള്ളിപ്പറയുന്നവരാണ്, അതല്ലെങ്കിൽ മടവൂർ ഷെയ്ഖുനയെ തള്ളിപ്പറയുന്നവരാണ് എന്ന് തോന്നിപ്പോവും എൻ്റെ വർത്താനം കേട്ട. എടാ ചെങ്ങായി, ഇജ്ജ് പറയുന്നതിൻ്റെ ഒരംശം പോലും ഒരു ഉറ്റുപോലും സമസ്തൻ്റെ നേതാക്കന്മാരോ കാന്തപുരം വിഭാഗമോ ഔലിയാക്കന്മാരെ പറയുന്നില്ല. മനസ്സിലായെനിക്ക്? ഇജ്ജ് സംസാരിക്കുന്നത് മുഴുവനും അവരെ കൊച്ചാക്കിയിട്ടാണ്. മടവൂരിനെ കൊച്ചാക്കിയിട്ടുള്ള സംസാരങ്ങളാണ് എൻ്റെ സംസാരങ്ങൾ മുഴുവനും. അത് കേൾക്കുന്നവർക്കൊക്കെ അറിയാം, കേൾക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം അജീപ്പൈ പറയുന്നത് എന്താണെന്നുള്ളത്. ഈ രൂപത്തിൽ തന്നെ ആയിരുന്നു ഇജ്ജ് കാന്തപുരം വിഭാഗത്തിലുണ്ടായിരുന്ന അന്ന് കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. ഞാനെങ്ങാനും കാന്തപുരം AP ഉസ്താദിനെങ്ങാനും ഒരു വാക്ക് എൻ്റെ നാക്ക് കൊണ്ട് പറഞ്ഞാൽ അന്ന് മുതൽ എനിക്ക് പിരാന്താണ് എന്ന് നിങ്ങൾ ഉറപ്പിച്ചോളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ എനിക്ക് പിരാന്താണെന്ന് പറയുന്നത്. ഇജന്നെ പറഞ്ഞിട്ടുള്ളത് കാന്തപുരത്തിന് ഞാൻ എന്ന് പറയണോ അന്ന് മുതൽ എനിക്ക് പിരാന്താണെന്ന് കരുതിക്കോളി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് പിരാന്താണെന്ന് ഞങ്ങൾ പറയുന്നത്. ഇജ് മാനസിക രോഗിയാണെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇബ്നു തൈമിയെ മദ്ഹ് ചെയ്യുന്ന ആ പരിപാടിയിൽ നഈമിക്ക് ഇരിക്കേണ്ടി വന്നു. ശൈഖുനക്കെതിരെ തിരിഞ്ഞതാണ്. നമ്മുടെ ഏറ്റവും കൂടുതൽ ഇബ്നു തൈമിയെ പുകഴ്ത്തിയത് ആരാ? ഇജ് പുകഴ്ത്തിയ മാതിരി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പമ്പേഴ്സ് പുകഴ്ത്തിയ മാതിരി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത്രമാത്രം പുകഴ്ത്തിയിട്ടാണ് ഇജും പമ്പേഴ്സും ഇബ്നു തൈമിയയെ പറഞ്ഞത്. ആരെനിക്ക് വർത്താനം അത് ഇനിയും കേൾപ്പിക്കണോ? ഇനിയും അത് കേൾപ്പിക്കണോ? എന്തെല്ലാം ഇബ്നു തൈമിയയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇബ്നു തൈമിയെ സംബന്ധിച്ച് പറഞ്ഞ എല്ലാവരും അദ്ദേഹം ഒരു വലിയ പാണ്ഡിത്യത്തിൻ്റെ ഉടമയാണ് എന്ന് സമ്മതിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ഗണ്ണിച്ചത്. ഇബ്നു തൈമിയ അക്കാലത്തെ പണ്ഡിതരിൽ ഏറ്റവും അറിവുള്ള പണ്ഡിതരായിരുന്നു, സംശയത്തിലില്ല. അദ്ദേഹത്തിൻ്റെ രചനകൾ അതിന് സാക്ഷിയാണ്. ഒരുപാട് കഴിവുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇൽമുകളെ പുകഴ്ത്താതെ ആരും കഴിഞ്ഞുപോയിട്ടില്ല. എന്താ ഇജ് ഇബ്നു തൈമിയെ പറയുമ്പോൾ ചക്കരിയും വേറുള്ളവർ പറയുമ്പോൾ കൊപ്പരിയ? നമുക്ക് ഇജന്നല്ല ഇപ്പം ഇബ്നു തൈമിയെ സംബന്ധിച്ചിപ്പോൾ ഈ പറഞ്ഞത് അക്കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഇൽമിനെ പുകഴ്ത്താതെ ഒരു പണ്ഡിതനും കഴിഞ്ഞു പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇജന്നല്ലേ പറയുന്നത്. അപ്പം അനക്ക് പറയാൻ പറ്റുന്നു, വേറുള്ളവർക്ക് പറയുമ്പോൾ വലിയ ബിദ്അത്തായിട്ടും വരിക. ഇനി എൻ്റെ പമ്പൈസ് അറിയണം കേട്ടോ. അതേ സമയത്ത് നോക്കൂ, ലോകത്ത് അറിയപ്പെട്ട വലിയൊരു പണ്ഡിതനായിരുന്നു ഇബ്നു തൈമിയ. ഇബ്നു തൈമിയന്റെ ഇൽമൊക്കെ അവാർഡ് എടുത്തു വെച്ചാൽ കേരളത്തിലുള്ള മുഴുവൻ ആലിമ് കൂടിയാലും പതിയാകൂല. കാരണം ആജാതി പരന്നു കിടക്കുന്ന എല്ലാ ഫന്നിലും ആണ്ട് പൂണ്ട് പിടിച്ച ഇൽമ അയാൾക്കുണ്ട്. ഇബ്നു തൈമിയക്ക് പാണ്ഡിത്യല്ലെന്ന് ആരും പറയില്ല. അയാൾ രചിച്ച കിതാബുകൾ എത്ര ആഴമുള്ളതാണ്, അയാൾ പറഞ്ഞ അറിവുകൾ എത്രത്തോളം മനോഹരണ്ട്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ കൂട്ടുകാരെ, ഈ ഇരട്ടത്താപ്പ് ആരെടുത്താണ്? നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയാൽ മതി. ഈ ഇരട്ടത്താപ്പ് ആരെടുത്താണ്?
ഇബ്നു തൈമിയയെ ഏറ്റവും വലിയ മഹാപണ്ഡിതനാക്കി നൗഷാദ് അദ്ദേഹത്തിൻ്റെ അറിവ് ആണ്ടുപൂണ്ടതാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തെ ഒരാൾക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. അത്രയും വലിയ പണ്ഡിതനാണ് ഇബ്നു തൈമിയ എന്ന് പറഞ്ഞ് പരസ്യമായി പ്രസംഗിച്ച ആളാണ് നൗഷാദ്. അതിനോടൊപ്പം തന്നെ പമ്പൈസ് മൗലവിയും പറഞ്ഞു, ഏത് അദ്ദേഹത്തിൻ്റെ ഇൽമിൻ്റെ അപ്പുറത്ത് ചാടിക്കടക്കാൻ ലോകത്തുള്ള പണ്ഡിതന്മാരൊക്കെ കൂടിയാലും ആകൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പമ്പൈസും പ്രസംഗിച്ചു. പക്ഷേ ഒരു അഭിമുഖത്തിൽ ഇബ്നു തൈമിയയെ സംബന്ധിച്ച് ഒരു അഭിമുഖം വന്നപ്പോൾ ആ അഭിമുഖത്തിൽ പേരോട് ഉസ്താദും അതുപോലെ തന്നെ ഫാറൂഖ് നഈമി ഉസ്താദും ഇരുന്ന് സംസാരിക്കുകയാണ്. ആ സംസാരത്തിൽ ഇവൻ പറഞ്ഞ അത്ര പോലും എന്ത് ചെയ്തിട്ടില്ല, പേരോട് ഉസ്താദ് പറഞ്ഞിട്ടില്ല. പേരോട് ഉസ്താദ് അദ്ദേഹം വലിയ പണ്ഡിതനാണ്, കാലഘട്ടത്തിലെ പണ്ഡിതനായിരുന്നു എന്നുള്ള വിഷയത്തോടനുബന്ധിച്ച് പറഞ്ഞപ്പോൾ ആ വിഷയത്തെ എന്തെല്ലാം രൂപത്തിൽ കോട്ടുമാറ്റിയിട്ടാണ് ഈ നൗഷാദ് നടന്നത്. ഇവൻ പറഞ്ഞതൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഇവനും ഇവൻ്റെ കൂട്ടാളിയായ പമ്പേഴ്സ് പറഞ്ഞതോടെ കിടക്കുന്നുണ്ട്. അതൊന്നും ഓരോ വിഷയമല്ല. നൗഷാദെ, മനുഷ്യന്മാർ ചോറന്നെ തിന്നണത്, ഇജ് തിന്നണതല്ല ജനങ്ങൾ തിന്നണത്. ജനങ്ങൾ നല്ല അരിയാഹാരം തിന്നണ മനുഷ്യന്മാരാ. എല്ലാവർക്കും കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളിലും നല്ല ബോധമുണ്ട്. അറിയനക്ക്. എന്നിട്ടോ പേരോട് ഉസ്താദിനെ നഈമി ഉസ്താദിനെ കൊച്ചാക്കാൻ വേണ്ടി ഇറങ്ങിക്കുക. അതൊന്നും നടക്കൂല മോനെ. അതൊന്നും സുന്നത്യമായത്തിൻ്റെ പ്രവർത്തകരുടെ അടിയിൽ നടക്കാൻ പോണ കാര്യമല്ല. കാഫില ചാനലിൽ ശൈഖുനയുടെ സംഭവങ്ങൾ വന്നപ്പോ അത് പറയാൻ പാടില്ല എന്നല്ലേ ഈ നഈമി ഉപദേശിച്ചത്? അതിന്റെ ഫലമാണോ ഈ ഏറ്റവും മതപ്പതിച്ച അഭിമുഖത്തിൽ ഇരിക്കേണ്ടി വന്നത്? അനക്ക് തോന്നല്ലേ ഏറ്റവും മതപ്പതിച്ച അഭിമുഖം എന്നുള്ളത്? അതനക്ക് തോന്നും. കാരണം അങ്ങനത്തെ ഒരു ചാണകക്കുഴിയിലാണ് ഇപ്പോൾ ഇജുള്ളത്. അത്രയും വലിയൊരു ചാണകക്കുഴിയിലാണ് ഇപ്പോൾ ഇജുള്ളത്. ആ കുഴിയിൽ നിന്ന് കയറാത്തോടത്തോളം കാലം സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ എവിടെ അഭിമുഖം നടത്തിയാലും അതെനിക്കൊരു അധപ്പതനമായി കൊണ്ട് തോന്നും മോനെ. വിശക്കുന്നവൻ ആകാശത്തേക്ക് നോക്കിയാൽ അമ്പിളിയമ്മാവനെ കണ്ടാൽ അത് പത്രിയാണെന്ന് തോന്നിപ്പോകും എന്ന് പറഞ്ഞതുപോലെ നിനക്കങ്ങനെ തോന്നിപ്പോവും. നീ വലിയൊരു ചാണകക്കുഴിയിലാണ്. ആ കുഴിയിൽ നിന്ന് കയറാത്തോടത്തോളം കാലം നിനക്കങ്ങനെ തോന്നും. ഞങ്ങളെ പണ്ഡിതന്മാർ സുരക്ഷിതരാണ്. ഞങ്ങളെ പണ്ഡിതന്മാർ അള്ളാനെ പേടിച്ച് ജീവിക്കുന്നവരാ. അത് മനസ്സിലാക്കിക്കോ. എൻ്റെ മാതിരിയല്ല. സ്റ്റേജ് അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ എന്തെല്ലാം തെറികളാജ് പറയണത്. ആരേജ് പറയണത്? ഇമാമീങ്ങളെ, ഓരോ ഇമാമീങ്ങളെ പറയുന്നത്. എത്രത്തിൽ തെൽക്കീൻ ചൊല്ലൽ വരെ പരിഹസിച്ചു ഇവൻ. തെൽക്കീൻ ചൊല്ലൽ ഞാൻ നേരത്തെ വിട്ടിരുന്നത്. തെൽക്കീൻ ചൊല്ലൽ വരെ പരിഹസിച്ചു. അതൊന്നും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. തെൽക്കീൻ ചൊല്ലൽ അതാണ് പറയലേ, ഞങ്ങളെ ഉസ്താദാണ് തെൽക്കീൻ ചൊല്ലിക്കൊടുത്തത്. ആടോ, ഞങ്ങളെ ഉസ്താദ് തന്നെയാണ് തെൽക്കീൻ ചൊല്ലിക്കൊടുത്തത്. മഹാനായ മടവൂര് CM വലിയുല്ലാഹി നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകൾക്ക്. എന്താണോ തെൽക്കീനിലുള്ളത്? മലക്കുകൾ വരും, ജിബ്രീൽ ഖാദിമായ മഖാമാത്. എന്താടോ തെൽക്കീനിലുള്ളത്? മലക്കുകൾ വരുന്നത്. ജിബ്രീൽ ഖാദിമായ മക്കാമാണിത്. അപ്പോൾ ജിബ്രീൽ ഖാദിമായ മക്കാമാണ് ആര്? മടവൂരിന് ജിബ്രീൽ ഖാദിമായിരുന്നു. അപ്പോൾ മടവൂരിൻ്റെ അടുത്തേക്ക് മലക്കുകൾ വരും എന്ന് പറഞ്ഞു കൊടുക്കാൻ പാടില്ലായിരുന്നു. ബാക്കി പറയട്ടെ. ജിബ്രീൽ തഖദ്ദം എന്ന് പറയുന്ന ആളാണ് ശൈഖ് മടവൂർ. ജിബ്രീൽ ഖിദ്മത്തിലുള്ള മഹാനാണ്. അവരോട് പറയാണ് മലക്ക് വരും. മലക്ക് വന്നിട്ട് ചോദിക്കും, എന്ത് മൻ റബ്ബുക? അവങ്ങൾ പറഞ്ഞോളണം അല്ലാഹു റബ്ബീ. തലക്ക് തല്ലിട്ടാതെ കഴിച്ചിലായത് വലിയ കിട്ടലായി പോയി. തലക്ക് തല്ല് കിട്ടാതെ കഴിച്ചിലായത് വലിയ കിട്ടലായി പോയി. എന്താണ് ഉഷാദേ ജി പറയുന്നത്? ജനൊന്ന് ചിന്തിച്ചു നോക്കാം. മഹാനായ CM വലിയുല്ലാഹി നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകളെ ഖബറടക്കം ചെയ്ത് ആ ഖബറടക്കം ചെയ്തതിന് ശേഷം അവിടെ തെൽക്കീൻ ചൊല്ലിക്കൊടുത്തത് കാന്തപുരം ഉസ്താദ് അവറുകളാണ്. ഈ കാന്തപുരം ഉസ്താദ് അവറുകൾ തെൽക്കീൻ ചൊല്ലിക്കൊടുത്തു എന്നുള്ള ഒറ്റ കാരണത്താൽ ഈ തെൽക്കീനിനെ നിസ്സാരപ്പെടുത്തി കളഞ്ഞു നൗഷാദ്. AP ഉസ്താദിനോടുള്ള ആ വൈരാഗ്യം, AP ഉസ്താദിനോടുള്ള ആ വെറുപ്പ്, അത് തെൽക്കീന്
അതിൻ്റെ ആവശ്യം തന്നെ ഇല്ല. കാരണം ജിബിരീലിനെ ഖാദിമാക്കിയ ആളാണ് ആര്? മടവൂര്. അപ്പം ആ മടവൂരിന് തെൽക്കിൻ ചൊല്ലി കൊടുക്കേണ്ട ആവശ്യമില്ല. മർ റബ്ബുക്ക, നിന്റെ റബ്ബാരാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു റബ്ബി എന്ന് പറഞ്ഞോളണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഈ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയത്തിന് വിരുദ്ധമല്ലേ ഇത്? തെറ്റായ പ്രചരണമല്ലേ നൗഷാദി നടത്തിക്കൊണ്ടിരിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട്. ലോകം പടക്കാൻ കാരണഭൂതരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ വരെ ജനാസ നമസ്കാരം നടന്നിട്ടുണ്ടല്ലോ. ജനാസ നിസ്കാരം 4 തക്ബീറുകളാണ്. നമുക്കറിയാലോ. ആദ്യത്തത് തക്ബീറത്തുൽ ഇഹ്റാം. ആ തക്ബീറത്തുൽ ഇഹ്റാമിൽ ഫാത്തിഹ ഓതും. രണ്ടാമത് നാം തക്ബീർ ചൊല്ലും. അതിൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ സ്വലാത്ത്, അതാ ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലും. ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലും. മൂന്നാമത്തെ തക്ബീറിന് ശേഷം ഈ മയ്യിത്തിനക്ക് വേണ്ടി ദുആ ചെയ്യും. ഈ മയ്യിത്തിനക്ക് വേണ്ടി ദുആ ചെയ്യും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനാസ വെച്ചതാണെങ്കിലും ആ ജനാസയുടെ ബേക്കിൽ നിന്നുകൊണ്ട് ദുആ ചെയ്യുന്നത് എന്താണ്? അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു, അല്ലാഹുവേ ഈ മയ്യിത്തിനക്ക് നീ പുറത്തു കൊടുക്ക്, ഈ മയ്യിത്തിനക്ക് കരുണ ചെയ്യ്. എന്തിനാണ് നൗഷാദി അങ്ങനെ പറയുന്നത്? ഇത് മടവൂർ മഹാനായ ഗൗസുൽ ആലം അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾക്ക് വേണ്ടി പറഞ്ഞില്ലേ? മമ്പുറത്തെ തങ്ങൾ പാപ്പ് നിസ്കരിച്ചപ്പോഴും പറഞ്ഞില്ലേ? അതുപോലെ മടവൂര് CM വലിയുള്ളാഹി തങ്ങൾക്ക് നിസ്കരിച്ചപ്പോഴും പറഞ്ഞില്ലേ? അപ്പോ എന്തിനാ അതൊക്കെ പറഞ്ഞു? അപ്പൊ ഈ നിസ്കാരം വരെ, മയ്യിത്ത് നിസ്കാരം വരെ ചിലപ്പോ നൗഷാദ് വിമർശിച്ചു പോകും, എതിർത്തു പോകും. കാരണം നൗഷാദിന്റെ ആളുകളൊക്കെ ഉയർന്ന സ്ഥാനത്തല്ലേ. അവരോടൊക്കെ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് ജന്ന, നിങ്ങൾ എന്തും ചെയ്തോളിയും, നിങ്ങൾക്ക് സ്വർഗം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെയല്ലേ ഇവന്റെ കാട്ടിക്കൂട്ടലൊക്കെ കാണുന്നത്. അപ്പോ നൗഷാദേ ഒരു കാര്യം ചെയ്യ്, എൻ്റെ ഷെയ്ഖാണല്ലോ കോമാട്ട് ചാലിലെ അബ്ദുള്ള, അതുപോലെ തന്നെ സുലൈമാൻ ബാബ, ഇവരൊക്കെ ജീവൻ പോയി കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ടടാ, നിസ്കരിക്കണ്ട, ദുആ ചെയ്യണ്ട. കാരണം എന്താ? ദുആ ചെയ്യണത് എന്ത് വേണ്ടിയിട്ടാണ്? ദുആ ചെയ്യണതിന് വേണ്ടിയിട്ടാണ്. അവർക്കൊന്ന് രക്ഷ കിട്ടാൻ വേണ്ടിക്കൊണ്ട് അവരെ വല്ലാതെ പ്രയാസപ്പെടുത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ദുആ ചെയ്യാം. അപ്പം അതൊന്നും ദ്വാരിക്കണ്ട. അതുപോലെ തന്നെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ പറയണ്ട നിസ്കരിക്കേണ്ട ആവശ്യമില്ല, മൂപ്പരോലൊക്കെ രക്ഷപ്പെട്ടവരാണെന്ന് പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ പള്ളിക്കാട്ട് കൊണ്ടുപോയി നട്ടുപോരുമ്പോൾ അപ്പോൾ പറയാം ആരും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് പോവുക എന്ന് പറഞ്ഞോണ്ടി കേട്ടോ. അത് എൻ്റെ ശേഖന്മാർക്ക് വേണ്ടി പറഞ്ഞോളാം. എന്നാൽ ഞങ്ങളെ ശേഖന്മാർക്ക് ഞങ്ങൾ നിസ്കരിക്കുന്നുണ്ട്, ഞങ്ങളെ ശേഖന്മാർക്ക് ഞങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്, ഞങ്ങളെ ശേഖന്മാർക്ക് വേണ്ടി ഞങ്ങൾ തെൽക്കീൻ ചൊല്ലി കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. മോനെ ഇതൊരു കാര്യം ചെയ്യിച്ചെന്ന് മാറി നിൽക്കേ ദയവ് ചെയ്ത്. സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായ കാര്യങ്ങളെ കൊണ്ട് നൗഷാദേ വരല്ലേ. പോ, എൻ്റെ ഇൽമ് നാഫിയ അല്ല എന്നുള്ള കാര്യം ഉറപ്പായി. നല്ല ഇൽമ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ആ ഇൽമുകളൊക്കെ അള്ളാഹു ഊരിക്കളഞ്ഞു. അപ്പം എൻ്റെ അടുത്തുള്ള ഇബിലീസിൻ്റെ ഇൽമ, ആ ഇബിലീസിൻ്റെ ഇൽമ കൊണ്ട് അങ്ങനെ എൻ്റെ ശേഖനായിട്ട് അങ്ങനെ നടന്നോ, അതാ നല്ലത്.